ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവിക പറയുന്നുണ്ട്, മകനോടുള്ള വാത്സല്യമൊക്കെ കൊള്ളാമേ പ്രഭാവതി അമ്മേ, പക്ഷേ തെറ്റുകളിലേക്ക് മകനെ നയിച്ചിട്ടാവരുത് ആ വാത്സല്യം കാണിക്കേണ്ടത്. പിന്നെ ഞാൻ എന്തിനാണ് നന്ദനോട് പക തീർക്കേണ്ടത്? ഏതൊരു ഭാര്യയും മറ്റൊരു പെണ്ണിനോടൊപ്പം സ്വന്തം പുരുഷനെ കണ്ടാൽ പൊട്ടിത്തെറിക്കും. ഞാനായതുകൊണ്ട് മാത്രമാണ് ഈ വീട് കയറി ഇപ്പോഴും ഇങ്ങോട്ട് വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ചന്ദ്രോത്തിനോട് എനിക്കൊരു കടപ്പാടുണ്ട്. അത് അമ്മയോടും അച്ഛനോടും എല്ലാവരോടുമുള്ള കടപ്പാട് തന്നെയാണ്. നന്ദുവിനോട് എനിക്ക് പകയുണ്ടായിരുന്നു. ആ പക ഞാൻ തീർക്കുകയും ചെയ്തു. ചന്ദ്രോത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് ഇനി ആ പക വെച്ചു പുലർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. ആത്മാർത്ഥമായി തന്നെയാണ് ഞാൻ അവനോടൊപ്പം നിൽക്കുന്നത്. പക്ഷേ അമ്മയും അച്ഛനും ഇവിടെ നിന്നും ഇറങ്ങിപ്പോടി, നിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ ഇറങ്ങും. ഇത് കേട്ട് പ്രഭാവതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മോളെ എന്നോട് ക്ഷമിക്ക്, നീ ഇറങ്ങിപ്പോകരുത്, നീ കൂടെ വേണം. നന്ദനോടൊപ്പം ഞങ്ങളോടൊപ്പവും നീ വേണം. നീ ഇറങ്ങിപ്പോയതിന് പിന്നാലെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദേവിക അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, നമ്മളിപ്പോൾ ചെയ്യുന്നതൊക്കെ തന്നെ നമുക്ക് ഗുണമായിട്ട് വരും അമ്മേ. ഗിരി, ശാരിക, രജനി എന്നിവർ തമ്മിൽ ശാരിക പറയുന്നുണ്ട്, ഗിരിയേട്ടാ എനിക്ക് കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. ഇത് കേട്ട് ഗിരി പറയുന്നു, ശാരി വരൂ, അകത്തിരിക്കാം. ശാരിക പറയുകയാണ്, അല്ല, ഗിരിയേട്ടനെയാണ് എനിക്ക് കാണേണ്ടത്, സംസാരിക്കേണ്ടത്. ഗിരി പറയുന്നു, എങ്കിൽ പറഞ്ഞോളൂ. ഇത് കേട്ട് ശാരിക പറയുന്നു, പിന്നെ ഇന്നത്തെ ദിവസം ഒരു നിർണായക ദിവസമായിട്ടാണ് കണക്കാക്കേണ്ടത്. നന്ദേട്ടനെയും ദേവി ചേച്ചിയെയും ശ്രദ്ധിക്കണം. ഗിരി പറയുന്നു, എന്താ ശാരി അങ്ങനെ പറയാൻ? അത് എൻ്റെ മനസ്സ് എന്തൊക്കെയോ ആപത്തുകൾ വരാൻ പോകുന്നത് പോലെ ചിന്തിക്കുന്നു. എന്താപത്ത്? എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. ശരിക്കും ശാരികയുടെ ഈ ഒരു കരുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും തന്നെ പോലെ ഒരു അനിയത്തിയെ കിട്ടിയതിന് നന്ദുവും ദേവിയും ഭാഗ്യം ചെയ്തിരിക്കണം. ഈ സമയം രജനി അങ്ങോട്ട് വരുന്നുണ്ട്. ആ രജനി, ആരാ വന്നിരിക്കുന്നത് എന്ന് നോക്ക്, ശാരികയാണ്, നീ അവൾക്ക് ചായ എടുക്ക്. ഇത് കേട്ട് ശാരിക പറയാണ്, രജനി ചേച്ചിക്ക് സുഖമല്ലേ? രജനി ദേഷ്യത്തോടെ പറയുന്നു, നീ എന്താടി എന്നെ കളിയാക്കുകയാണോ? എനിക്ക് എങ്ങനെ സുഖിക്കാൻ പറ്റും? എൻ്റെ അനിയനാണ് ജയിലിലേക്ക് പോകാൻ നിൽക്കുന്നത്. ഗിരി പറയുന്നു, രജനി നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ എന്തു പറഞ്ഞു എന്നാ? എനിക്ക് ഇങ്ങനെയൊക്കെ എൻ്റെ ദേഷ്യവും സങ്കടവും പ്രകടിപ്പിച്ചുകൂടെ? ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നവരെ അപമാനിച്ചിട്ടാണോ ദേഷ്യം പ്രകടിപ്പിക്കേണ്ടത്? അതെ ഗിരിയേട്ടാ, വഴക്കൊന്നും വേണ്ട, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ശരി ശാരിക, എല്ലാം പറഞ്ഞതുപോലെ പേടിക്കാതെ പോയിട്ട് വരൂ. ശാരിക പോയതിനു ശേഷം ഗിരി രജനിയോടായി പറയുന്നു, രജനി, ഇപ്പോൾ അവൾ വന്നത് എന്തിനാണെന്നറിയാമോ? നന്ദന് വേണ്ടിയിട്ടാണ്. നിന്റെ അനിയനായിരിക്കാം, പക്ഷേ അതേ കരുതൽ അവൾക്ക് നന്ദനോടുമുണ്ട്. നന്ദനെ സൂക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നത്. രജനി ഇത് കേട്ട് പറയാണ്, പിന്നെ എന്നിട്ടാണോ അവൾ ഇവിടെ നിന്ന് അപമാനപ്പെട്ടതുപോലെ ഇറങ്ങിപ്പോയത്? ശരിക്കും നീ ഇപ്പോൾ ശാരികയെ അല്ല അപമാനിച്ചത്, എന്നെയാണ്. എന്നോട് സംസാരിക്കാനാണ് ശാരിക വന്നതെന്ന് ഗിരി പറയുന്നു. ഋഷിയും അരുന്ധതിയും തമ്മിൽ സംസാരിക്കുന്നു. അരുന്ധതി ടെൻഷനോട് പറയാണ്, മോനെ, എല്ലാം പ്രശ്നത്തിലാകാൻ പോവുകയാണ്, എനിക്ക് ടെൻഷനാകുന്നു. ഇത് കേട്ട ഋഷി പറയുകയാണ്, അമ്മ ഒന്ന് പേടിക്കാതെ ഇരിക്കെ, ഒന്നും സംഭവിക്കില്ല. നാളെ നന്ദൻ കോടതിയിൽ ഹാജരായാലല്ലേ പ്രശ്നങ്ങളുള്ളൂ. അരുന്ധതി പറയാണ്, മോൻ പറയുന്നത് സത്യമാണോ? അതെ അമ്മേ, നന്ദൻ കോടതിയിൽ ഹാജരാവാൻ പോകുന്നില്ല. അതെങ്ങനെ സാധിക്കും? അത് പിന്നെ നന്ദനെ ഞങ്ങൾ വീണ്ടും കിഡ്നാപ്പ് ചെയ്യുന്നു. എന്നിട്ട് അവനെ കോടതിയിൽ ഹാജരാക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും. എടാ ഋഷി, നീ വീണ്ടും കുഴപ്പങ്ങളിലേക്കാണ് ചെന്ന് ചാടുന്നത്. ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. എല്ലാം ഞാൻ തുറന്നു പറയും. ഋഷി ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് അമ്മയോട് പറയാണ്, അമ്മ ഇതിലൊന്നും ഇന്റർവെനർ ഇടപെടേണ്ട. തുറന്നു പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. എൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനിംഗ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ ഈ ഋഷി കാര്യങ്ങളെല്ലാം പുറത്തു വിടുകയുള്ളൂ. ഇസബെല്ല ഫോണിൽ ഗുണ്ടയോട് സംസാരിക്കുകയാണ്, നന്ദനെ പൊക്കണം. കെവിൻ വരുന്നത് കണ്ടിട്ട് പിന്നീട് വിളിക്കാം, ഇനി ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. കാര്യം കഴിഞ്ഞതിന് ശേഷം വിളിച്ചാൽ മതിയെന്നും പറയുന്നു. ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. കെവിൻ പറയാണ്, ഇസബെല്ല, താൻ ആരോടാണ് ഈ സംസാരിക്കുന്നത്? എടാ, അതൊരു തല്ലിക്കേസാ. എന്ത് കേസ്? ഞാൻ അറിയാത്ത കേസോ? നിന്നോടിപ്പോൾ എന്തായാലും ഞാൻ പറയുന്നില്ല. കാര്യം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം. പറഞ്ഞാൽ ചിലപ്പോൾ